എക്സാമിനറിൻ്റെ SSLC ചാനൽ, അതായത് ഇപ്പം ഏകദേശം 3.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ വലിയ എക്സാമിനറിൻ്റെ SSLC ചാനൽ തുടങ്ങിയ ഫസ്റ്റ് ലൈവിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ? വെറും 18 സ്റ്റുഡൻസാണ് ഫസ്റ്റ് ലൈവ് കാണാൻ വന്നത്. അപ്പം ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുമ്പോൾ 18 സ്റ്റുഡൻസ് തന്നെ കുറേ പേരുണ്ട്. പക്ഷേ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഈ ഒരു ചാനൽ തുടങ്ങി ഭയങ്കര ലൈവൊക്കെ വെച്ചിട്ട് അല്ലേ, ഭയങ്കര അനൗൺസ്മെൻ്റ് ഒക്കെ വെച്ച് വെച്ചുമ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ നിങ്ങൾ അലക്സാറോ അലൻസാറോ സംസാരിക്കുന്ന ഭീകര എനർജിയിലൊക്കെ പറഞ്ഞിട്ട് 18 പേരാണ് വന്നത്. അടുത്ത ലൈവിൽ എനിക്ക് തോന്നുന്നു 12-13 പേര്. പിന്നെ കുറച്ച് ഇങ്ങനെ വന്നും എല്ലാം 20 പേരൊക്കെ. ഒരു മാസം കഴിഞ്ഞപ്പോഴും 30 ക്രോസ് ചെയ്തില്ല. ഒരു ലൈവിൽ പോലും ഒരു മാസത്തിൽ നമ്മൾ കുറേ ക്ലാസ്സസ്, അടിപൊളി ക്ലാസ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ലെവലുള്ള ക്ലാസ്സസ് അന്ന് കൊടുത്തപ്പോഴും 30 പേരെ ഒരു മാസത്തിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഒബ്വിയസ്ലി ചിലപ്പോൾ ഞങ്ങൾ അന്ന് ചിലപ്പോൾ ആലോചിച്ചിട്ടൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുക്കുന്നത്? കുറേ കഷ്ടപ്പാടുണ്ട് ഒരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് മാത്രമല്ല, കുറേ ബാക്ക് എൻഡ് ടീം ഇതിൽ ഷെഡ്യൂൾ ചെയ്യാനും അനൗൺസ് ചെയ്യാനും അതിൻ്റെ നോട്ട്സ് റെഡിയാക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ ഇത്രയും മെനക്കെട്ട് ഞങ്ങൾ അന്ന് ഇടയ്ക്ക് കുറച്ചിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരും കാണാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന്. അന്ന് സീരിയസ് ആയിട്ട് നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റീസ് യൂട്യൂബിൽ കൂടെ, അത് 1000-2000 പേരൊന്നുമല്ല, ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് ഓരോ ക്ലാസ്സിലും വന്ന് കാണാറ്. അത്രയും പേർക്കുള്ള ഈ ഫ്രീ ആയിട്ടുള്ള ഇത്രയും അടിപൊളി ക്ലാസ്സസ് കിട്ടുമായിരുന്നോ? ഒരിക്കലുമില്ല. മക്കളെ, ഇങ്ങനെയാണ് നിങ്ങളുടെ പഠനവും. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? നിങ്ങൾ 2 ദിവസം പഠിച്ചു, 2 ദിവസത്തെ റിസൾട്ട് കിട്ടും. അടുത്തൊരു 1 ദിവസം കൂടി പഠിച്ചു, ഒരു 3 ദിവസത്തെ റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചതിൻ്റെ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല ലൈഫ് വർക്ക് ചെയ്യുക. ലൈഫിൽ ഒരു കാര്യത്തിൽ അങ്ങനെ വർക്ക് ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഗിറ്റാർ പഠിക്കാൻ തുടങ്ങി, കീബോർഡ് പഠിക്കാൻ തുടങ്ങി, എന്ത് നിങ്ങൾ പഠിക്കാൻ നോക്കിയാലും ഒരിക്കലും നിങ്ങൾ 2 ദിവസം ചെയ്തു അതിൻ്റെ അനുസരിച്ചുള്ള റിസൾട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ആരോട് ചോദിച്ചാലും, നിങ്ങൾ ഏതൊരു ഫീൽഡിൽ അതിന് എക്സ്പേർട്ടിനോട് ചോദിച്ചാലും അവർ പറഞ്ഞുതരും ഇതേ കാര്യം തന്നെ. അപ്പോൾ അതേ കാര്യം നമ്മുടെ SSLC പഠനത്തിലും 9ാം ക്ലാസ്സിലെ പഠനത്തിലും 8ാം ക്ലാസ്സിലെ പഠനത്തിലും ഇതേ കാര്യം ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ 2 ദിവസം ഫിസിക്സ് പഠിച്ചു വിചാരിച്ചിട്ട് ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വ്യത്യാസം എപ്പോഴാണ് വരിക? എക്സാമിനറിൻ്റെ ചാനലിൽ 30 ദിവസത്തിൽ വ്യത്യാസം വന്നില്ല, പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ 6 മാസത്തിൻ്റെ എഫക്റ്റ് അല്ല അവിടെ ഉണ്ടായത്, ഒരു 5 വർഷത്തിൻ്റെ എഫക്റ്റാണ് ഒരുമിച്ച് 6 മാസത്തിലുണ്ടായത്. പക്ഷെ ആ 6 മാസവും ഞങ്ങൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ടു. മനസ്സിലായി? ഒരു മാസം കഷ്ടപ്പെട്ട് നിനക്ക് കഷ്ടപ്പാട് കുറച്ചില്ല, അതിൽ തന്നെ പിടിച്ചു. റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു എഫേർട്ട് ഒരിക്കലും കളഞ്ഞില്ല, ആ എഫേർട്ട് നമ്മൾ കുറച്ചില്ല, എഫേർട്ട് അതേ ലെവലിൽ പിടിച്ചു. അടുത്ത 6 മാസത്തിൽ 5 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന 5 വർഷത്തിൽ ഉണ്ടാവായിരുന്ന ആ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതേ എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പഠനത്തിലും. നിങ്ങൾ ശരിക്കും എഫേർട്ട് കുറയ്ക്കാതെ പഠിച്ചുകൊണ്ടിരുന്നാൽ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മക്കളെ ഇത്രയും ആലോചിച്ചാൽ മതി, ക്രിസ്മസ് എക്സാമിൻ്റെ ആ ദിവസം വരെ നിങ്ങൾ എഫേർട്ട് കുറയ്ക്കാതെ പഠിച്ചു നോക്കിക്കോ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തായിരിക്കും ഈ പറഞ്ഞ ഈ ഒരു 1/2 മാസത്തിൻ്റെ എഫക്റ്റ് നിങ്ങൾ 1 വർഷത്തിൻ്റെ എഫക്റ്റായിട്ട് പരീക്ഷയിൽ കാണാൻ പോകുന്നത്. ഇത് വെറുതെ പറയല്ല, ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ, ആ പുഷിന് വേണ്ടിയിട്ട് ശരിക്കത്തെ കഥ പറഞ്ഞത്, ഒരു കഥയല്ല, ശരിക്കും നേച്ചറിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഒരു ഇവൻ്റാണ്. ഓക്കെ, അപ്പം ഒരു ഏൻഷ്യൻ ബാംബു ട്രീ ഉണ്ട്. ഓക്കെ, ഏൻഷ്യൻ ചൈനീസ് ബാംബു ട്രീ ഉണ്ട്. അപ്പം ഈ ട്രീ വളരാൻ വേണ്ടി ഏകദേശം ഒരു 6 വർഷം എടുക്കും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഡേ 1 മുതൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഡേ 1 മുതൽ 5 വർഷത്തേക്ക് നമ്മൾ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും അതിനെ നനയ്ക്കണം, വാട്ടർ ചെയ്യണം ആൻഡ് ഫെർട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അതിലൊരു ദിവസം നിങ്ങൾ മിസ് ചെയ്താൽ ആ ട്രീ അല്ലെ ആ ചെടി ചത്തു. ഓക്കെ, ആൻഡ് ഈ 5 വർഷവും ആ ട്രീൻ്റെ ഒരു ഭാഗം, ആ സീഡിൽ നിന്ന് ഒരു ഭാഗം പോലും, ഒരു സെൻറ്റിമീറ്റർ പോലും പുറത്തേക്ക് വരില്ല, നമുക്ക് മുളച്ച് കാണില്ല. പക്ഷെ എന്നാലും നമ്മൾ 5 വർഷം നനച്ചുകൊണ്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് 6ാമത്തെ വർഷം 5 വർഷം എല്ലാ ദിവസവും നനച്ച് കഴിഞ്ഞിട്ട് ഒരു വിസിബിൾ പ്രോഗ്രസ് ഇല്ലാണ്ട് 6ാമത്തെ വർഷം വെറും 5 ആഴ്ച കൊണ്ട്, വെറും 5 ആഴ്ച കൊണ്ട് അത് 30 മീറ്റർ വളരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 വർഷം ഒരു പ്രോഗ്രസ്സും ഇല്ല, നമ്മൾ കഷ്ടപ്പെട്ട് അതിനെ നനച്ച് ചെയ്തു. ആൻഡ് 6ാമത്തെ വർഷമാണ് അതിൻ്റെ റിസൾട്ട് കണ്ടത്. 30 മീറ്റർ വെറും 5 ആഴ്ചയും കൊണ്ട് വളരും. ഇനി ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം, ഈ ഏൻഷ്യൻ ബാംബു ട്രീ വളർന്നത് വെറും ആ 6ാമത്തെ വർഷം 5 ആഴ്ചയും കൊണ്ടാണോ, അല്ലെങ്കിൽ മൊത്തം 5 വർഷം കൊണ്ടാണോ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ട്രീ വളർന്നത് 5 വർഷത്തിലാണോ 5 ആഴ്ചയിലാണോ?